റിയൽമിയുടെ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി P1. അതുപോലെ തന്നെ മോട്ടറോളയുടെ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോ G64 5G. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P1 5Gയും അതുപോലെ തന്നെ മോട്ടോ G64 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. മോട്ടോ G64 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. എന്നാലും എടുത്തു പറയേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് റിയൽമിയിൽ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, മോട്ടറോളയിൽ LCD പാനലേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് പഞ്ചോൾ ഡിസൈനുമായിട്ടാണ്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. മോട്ടറോളയിൽ പീക്ക് ബ്രൈറ്റ്നസ് എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് റിയൽമിയിൽ തന്നെയാണ് വരുന്നത്. കാരണം അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം പുറത്ത് നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ ഫോൺ യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ ഡ്രാഗൺ 12ന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന പ്രൊട്ടക്ഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ റിയൽമി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൽ അമോലെഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയൽമി P1 എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇതിൽ റിയൽമിയിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. എന്നാൽ മോട്ടറോളയിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തരിക ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. അപ്പം വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ റിയൽമിയുടെ തിക്നെസ് വരുന്നത് 7.97 mm ആണ്. മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 8.89 mm ആണ്. അപ്പോൾ തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവ് റിയൽമി P1 പിന്നെ റിയൽമിയിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടറോളയിൽ IP52 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് റിയൽമിയിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പ്ലാസ്റ്റിക് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമി P1 MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. മോട്ടോ G64 MediaTek Dimensity 7025 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിയൽമി P1 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ ഗെയിമിങ്ങിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ റിയൽമി P1 ലഭിക്കുന്നതായിരിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയൽമിയിൽ 9 5G ബാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മോട്ടറോളയിൽ 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. എന്നാൽ മോട്ടറോളയിൽ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് 8GB റാമും 128GB ഇൻറ്റേർണലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. മോട്ടറോളയിൽ ഇങ്ങനെ ഒരു വെർഷൻ വരുന്നില്ല. മോട്ടറോളയിൽ പകരം 12GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ റിയൽമിയിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് കിട്ടുന്നുണ്ട്. മോട്ടറോളയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് റിയൽമിയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലും റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പം റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ ഒന്നും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. ഇത് പെർഫോമൻസിനെയും ഒന്നും കൂടി ബെറ്റർ ആക്കും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും ഹൈബ്രിഡ് സിം സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റിയൽമിയിൽ റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഫോണിൻ്റെ മുകളിൽ കുറച്ചൊക്കെ വെള്ളമായാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. എന്നാൽ മോട്ടറോളയിൽ ഈ ഒരു ഫീച്ചർ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. ഇതിൽ റിയൽമി സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയിൽ MyOS സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. റിയൽമിയിൽ നമുക്ക് 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. മോട്ടറോളയിൽ 1 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള OS അപ്ഡേറ്റ് റിയൽമിയിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളുടെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. മോട്ടറോളയിൽ നമുക്ക് OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ OSന്റെ സപ്പോർട്ട് റിയൽമിയിൽ വരുന്നില്ല.
പിന്നെ റിയൽമിയിൽ രണ്ടാമത് വലിയ യൂസ് ഒന്നുമില്ലാത്ത 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മോട്ടറോളയിൽ കുറച്ച് യൂസൊക്കെ ഉള്ള 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസണൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി റിയൽമിയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മോട്ടറോളയിൽ കമ്പാരിറ്റീവ്ലി സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ഒക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മോട്ടോ G64 5G എന്ന ഫോൺ സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ 2 ഫോണിലും അത്യാവശ്യം തിരക്കുകളില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോൾ മോട്ടറോള കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ പലപ്പോഴും റിയൽമി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോമും ചെയ്യുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ റിയൽമി ആയിരിക്കും. അപ്പോൾ ക്യാമറ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ മോട്ടറോള നോക്കാം. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വേണം എന്നുണ്ടെങ്കിലും ലോ ലൈറ്റിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ മോട്ടറോള നോക്കാം. അല്ല സെൽഫി ക്യാമറ ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ റിയൽമി P1 ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ റിയൽമി P1 ബാക്ക് ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. എന്നാൽ മോട്ടറോളയിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി മോട്ടറോളയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പക്ഷേ റിയൽമിയിൽ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. മോട്ടറോളയിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് റിയൽമിയിൽ വരുന്നുണ്ട്. 2 ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2 ഫോണിൻ്റെയും ബോക്സിൽ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാം. അല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടറോളയും നോക്കാവുന്നതാണ്. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ 6GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. മോട്ടറോളയുടെ 8GB RAM 128GB ഇന്റേണൽ വെർഷനാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. അതിൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ കമ്പാരിറ്റീവ്ലി വില കുറവ് മോട്ടറോളയ്ക്കാണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ റിയൽമിയിൽ 8GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. മോട്ടറോളയിൽ 12GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. AMOLED ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. തിക്നെസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേ മാത്രമല്ല ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ റെയിൻ വാട്ടർ ടച്ച് എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സെൽഫി ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ കൂടുതൽ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മോട്ടറോളയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ഫോൺ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. ഇതൊക്കെയാണ് ഈ 2 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽമി P1 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.